Hello and welcome to ViralBreak. ViralBreakന്റെ 49th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ 49 എപ്പിസോഡിൽ എത്തി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമമെന്ന് കരുതുന്നു. ലോക്ക്ഡൌൺ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്നതെല്ലാം അതുപോലെ തന്നെ അനുസരിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിൽ പുറത്തിറങ്ങുന്ന ആളുകൾ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഒക്കെ കൃത്യമായിട്ട് പാലിച്ച്, മാസ്ക് ഒക്കെ ധരിച്ച്, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് എല്ലാവരും നന്നായി ജീവിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾക്ക് ഇന്ന് അതിഥിയായി കിട്ടിയിട്ടുള്ള ഒരു യുവ സംരംഭകനാണ്. അദ്ദേഹം പല പല മേഖലകളിലൂടെ കഴിവുതെളിച്ചൊരു ഒരു വ്യക്തിയാണ്. ഹ്യൂമൻ റിസോഴ്സസ് കൺസൾട്ടിങ്, ബിസിനസ് കൺസൾട്ടിങ്, IT റിലേറ്റഡ് ആയിട്ടുള്ള ഓൺടർപ്രണർഷിപ്പ് തുടങ്ങി പല മേഖലകളിൽ പ്രാവീണ്യം സിദ്ധിച്ചൊരു വ്യക്തിയാണ്. Let us invite Mr. Krishna Kumar of Green Pepper to ViralBreak. Thank you, Sujil. Thank you for the opportunity and time. I mean, I know, like yesterday I was going through our mutual friends in Facebook. We have 250 mutual friends in Facebook. Fantastic. 250. That's, I think. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ഒരു വലിയ സമൂഹമാണെന്ന് അർത്ഥം. That's very interesting. ഇന്നലെ ഞാൻ നോക്കിയപ്പോ അത് of course നമുക്ക് ഇതിനു മുമ്പ് വളരെ കുറച്ചേ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ this was a good insight for me, you know. I know. Same here. I share the same happiness to have connected you on ViralBreak. Now, Krishna Kumar, you are also known as KK. Yeah. Or rather, KK is KK വേറൊരു പേരാ കൃഷ്ണകുമാർ. അതായിരിക്കും കറക്റ്റ് അല്ലേ? എനിക്ക് എല്ലാ കൃഷ്ണകുമാറിനും KK എന്ന് വിളിക്കുന്നു. തീർച്ചയായിട്ടും. യു ആർ ദ തേർഡ് KK ദാറ്റ് ഐ നോ. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് അത് മറ്റുള്ളവരെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുള്ളത്? യു ഹാവ് എൻ ഐഡന്റിറ്റി, KK ഓഫ് ഗ്രീൻ പെപ്പർ. അങ്ങനെ ഒരു ഗുണമുണ്ട്. KK GK ഒക്കെ പറഞ്ഞ പേരുകൾക്ക് ഇങ്ങനത്തെ ചില സവിശേഷതകളുണ്ട്. Now, KK, to get on with ViralBreak, you started as an HR consulting firm, or an HR consultant. എല്ലാവരുടെയും ലൈഫിൽ ഈ പറയുന്ന പോലെ പല പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ചിലര് അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ചില പ്രൊഫഷൻസ് വന്നു ചേരുന്നു, അറിഞ്ഞോ അറിയാതെയൊക്കെ. ചിലര് ഒരു ഡിവൈൻ കോളിംഗ് പോലെയാണ് ചില കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എസ്പെഷ്യലി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പാഷൻ പ്രൊഫഷനും ആവുന്നത്. KK എങ്ങനെയാണ് ഇപ്പൊ ഉള്ള ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയത്? Okay, so I think this was a very I started this with a very good support of someone who I really admire. ശരിക്കും, in fact, I happened to be part of Green Pepper at the age of 26, I believe. So ഞാൻ ശരിക്കും ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 4 കൊല്ലം എനിക്ക് ഓർമ്മയുള്ളൂ. That was a very brief period of time, considering anyone who has worked in a corporate and then moved to an entrepreneurship. At that point in time, it was pretty new for anyone who is joining or maybe trying to start a business with a very brief experience. ഇപ്പോൾ നമ്മള് കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് we see a lot of young people straight away getting into entrepreneurship, straight out of college sometimes, അല്ലെ? പല 4th semester, 5th semester entrepreneurship has started in campuses. അപ്പൊ ഇന്ന് completely the game of things have changed, but at that point in time that was കുറച്ച് the point was like in 2007, I would say from 2002 to 2007 was a golden period of employment in India. If you look at people who have joined workforce in 2000 and then they have moved pretty fast, in the next 8 years or 10 years, till the recession came and then there was some restructuring. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കോർപ്പറേറ്റ് giants, I would say the professionals and people who have got a great experience of working, scaling up companies, be it banking, insurance, telecom, ആ സെഗ്മെന്റിലൊക്കെ നമ്മൾ കാണുന്ന കഴിവ് തെളിയിച്ചിട്ടുള്ള നമ്മളെല്ലാം ഈ പറഞ്ഞ 250 മ്യൂച്വൽ ഫണ്ട്സിലെ പല ആൾക്കാരും അതിലൊക്കെ ഉണ്ട്.
And I know that they're all watching, so they would really resonate with this idea. They relate to this idea. They had an ultimate opportunity, I would say. എന്ന് വിചാരിച്ച് ഇന്ന് ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദാറ്റ് വാസ് എ ടൈം വെയർ എംപ്ലോയ്മെന്റ് റിയലി ബ്ലോസംഡ്, ദ റിയൽ സ്പിരിറ്റ് ഓഫ് എംപ്ലോയ്മെന്റ്, ഫാസ്റ്റർ ഗ്രോത്ത്. ഇന്നിപ്പം ഒരു ലിമിറ്റഡ് സെഗ്മെന്റ്സിൽ മാത്രമേ നമ്മൾ ഫാസ്റ്റ് ഗ്രോത്ത് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇസ് ഗ്രോയിങ് അറ്റ് എ വെരി restructured change-ലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. So I happen to be, I would say, I happen to be part of this team, and then we grew it to a different level. We had our ups and downs. We had our various challenging situations in which we were not really figuring out how to do the business. കാരണം എനിക്ക് തോന്നുന്നത് ഏതൊരു ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ ഇത് ചെയ്യുന്നതാണ്. ഈവൻ നൗ അല്ലെ, സ്റ്റാർട്ടപ്സിന്റെ കാര്യത്തിലാണെങ്കിലും now even startup ecosystems are trying to help people to become better entrepreneurs, become better professionals. But that's how it happened. And of course, in the last 12 years, we have had our own experiments, because more than entrepreneurship, I would say I've enjoyed the experience of working with different clients on very unique, very specialized interventions. അപ്പം ഓരോ പ്രോബ്ലം ആണ് അല്ലെ. ഇപ്പൊ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് ഫൈനലി വരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒന്നുകിൽ സമയമില്ല ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ they don't want to go through that pain of solving that problem. Or they want the absolute skill to be involved. ഈ മൂന്ന് കാര്യത്തിൽ മാത്രമേ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വരേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ പുതിയ ചാലഞ്ചുകൾ നമ്മളൊരു ഷോർട്ട് പ്രൊജക്ടുകളായിട്ട് ചെയ്യാൻ സാധിക്കുന്നു, അതിന്റെ ക്വിക്ക് ലേണിംഗ് സാധിക്കുന്നു. നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് സംടൈംസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോണിറ്ററി വാല്യൂ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല, ബട്ട് യു ഗെറ്റ് എ ലോട്ട് ഓഫ് എനർജി ആൻഡ് എക്സൈറ്റ്മെന്റ് ആൻഡ് എക്സ്പീരിയൻസ് in going through that. I think that's what I've been enjoying the most in this journey. I understand, and that means you're very passionate about what you do, and that's a point of celebration actually for any entrepreneur. When you're in a business that you enjoy doing day in and day out, absolutely. In fact, that gives you an extra high. Right. Now that we bordered around this concept called startup. Now, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പൊ ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വരമാണ്. I completely convert that into a sound more than a meaningful phrase. Now, കേരളത്തില് നമ്മള് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നല്ലൊരു ശതമാനം സെക്കൻഡറി ടൗൺസും സിറ്റീസും we are all groomed to become employees. Now, thanks to the Britishers who created the earliest Indian education system, we are all groomed to become either clerks, managers, or workers or employees. നമ്മുടെ ഗുരുകുല സമ്പ്രദായം അങ്ങനെ തന്നെ they shifted to their own kingdom. അവിടെ they have a practice of creating entrepreneurs, practice of letting the children ask questions. Now, the studies are bordered around research and findings. Whereas in our Indian system, ipo maari thodangiyenu parayunnu pala CBSE systems okke, our Indian system by and large is based on mugging up, or by and large is based on reading, understanding, studying, learning whatever is given. Even if a student doesn't want a particular subject, he is subjected to anganathe oru sampradayam. Now, അങ്ങനത്തെ ഒരു സമ്പ്രദായം നിലനിൽക്കെ തന്നെ നമ്മളെ എംപ്ലോയീസും മാനേജേഴ്സും വർക്കേഴ്സും ആയിട്ട് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എഡ്യൂക്കേഷണൽ സംസ്കാരം, ഒരു വിദ്യാഭ്യാസ സംസ്കാരം, അവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനായിട്ട് സ്കൂളുകളിലും കോളേജുകളിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഒരു ഗൈഡൻസ് കിട്ടുക? ഇനി ഗൈഡൻസ് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക, കേരളം പോലൊരു സ്ഥലത്ത് ഹൈ ലെവൽ ഓഫ് ലിറ്റിഗേഷൻ, ഹൈ ലെവൽ ഓഫ് ട്രേഡ് യൂണിയൻ ആക്ടിവിസം എന്നൊക്കെ പുറമേ ഉള്ള ആളുകൾക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത്, ആൻഡ് വി ജസ്റ്റ് 2.5% ഓഫ് our national GDP, അങ്ങനത്തേക്ക് ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ്, ഒരു യുവ സംരംഭകന് എങ്ങനെയാണ് ഇവിടെ പൊട്ടിമുളയ്ക്കാൻ പറ്റും? അതിനുള്ള ഒരു വളക്കൂറുള്ള ഒരു മണ്ണാണോ കേരളം? തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞൊരു 3-4 കൊല്ലത്തെ കേരളത്തിലെ സ്റ്റാർട്ടപ്സിന്റെ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇനീഷ്യലി ഒക്കെ കുറെ അധികം
PR driven ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് വാസ് മോർ ലൈക്ക് PR driven സ്റ്റോറി ടെല്ലിംഗ് അല്ലെ. വി സ്റ്റാർട്ടഡ് ദിസ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ദിവസം ന്യൂസ് പേപ്പറിൽ വരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഹാസ് ടേക്കൺ എ വെരി ഗുഡ് അറ്റംപ്റ്റ് ടു ഓർഗനൈസ് സീരിയസ് സ്റ്റാർട്ടപ്സ്. അപ്പം അതിനു വേണ്ടിയിട്ട് അവര് ചില്ലറ പണിയൊന്നുമല്ല, അവർ വളരെയധികം ഓർഗനൈസ് ചെയ്ത് സീരിയസ് ആയിട്ടുള്ള ഓൺടർപ്രനേഴ്സിനെ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ഇനീഷ്യലി വെൻ വി സേ എനി ജേർണി സ്റ്റാർട്ട്സ് വിത്ത് എ ലോട്ട് ഓഫ് ഹാസിൽ എന്ന് പറയുന്ന പോലെ the initial years of Kerala startup system, or startups who emerged. I mean, I know a lot of entrepreneurs, young people who are in their 20s and now in their 30s. They all had to figure out in a very hard way. So there was no clear system. There was no, like you said, the guidance or endaka competencies aanu oru entrepreneur ku vendathu ennu polu ariyade കോളേജിൽ ഞങ്ങൾ കുറച്ച് പേര് തുടങ്ങി, ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു സംതിങ്, ആൻഡ് ദേ ആർ സ്മാർട്ട് പീപ്പിൾ. ദേ ആർ ബേസിക്കലി ഫ്രം ഗുഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, മോസ്റ്റ്ലി ഫ്രം ഗുഡ് ടെക്നോളജി ഓറിയന്റഡ് programs, coming and starting together a product or a service, എന്നിട്ട് they're trying to figure out, using their internet based learning, every day they're trying to figure out how to do that. എന്നൊക്കെ പറഞ്ഞ് they bring in people, they bring in money, and then try to do something. Appo you trying to do something ennu parayna oru saanam undallo, like in English hustling or hustling. We try to experiment stuff. So aa karyathinte aa culture like vannittu ennu rendumolla. So basically a startup nu parayanathu basically rapid experimentation nadathanulla oru temporary phase model maatrana startups. It's not a business. So when you say startup, it's a temporary phase to figure out a business model. Like you can do a lot of experimentation, and then what is the sweet spot, and then you scale that sweet spot. We call it a business incubation period. എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഇൻക്യുബേഷൻ സെറ്റപ്പ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ വലിയ ഇപ്പോഴത്തെ സോ കോൾഡ് ഗ്ലോബൽ മേജേഴ്സ് പലതും, ഇൻക്ലൂഡിങ് ആപ്പിളോ അല്ലെങ്കിൽ ഗൂഗിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം തുടങ്ങിയത് ഒരു ഗരാജിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു വൺ റൂം ഡ്വെല്ലിംഗ് എന്നാണ് ഇതെല്ലാം തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അവരുടെയൊക്കെ ഒരു കപ്പാസിറ്റി എന്തായിരുന്നു പറഞ്ഞാൽ, മോർ ദാൻ സ്റ്റാർട്ടിങ് സംതിങ് വിച്ച് ഇസ് യുണീക്ക് ആൻഡ് വിച്ച് ക്യാൻ ട്രാവൽ ദ ഗ്ലോബ്, they were able to convince, they were able to sell the concept to a set of funders or set of investors. അത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പുറത്തുള്ള ഓർഗനൈസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ആ കോൺസെപ്റ്റ്, അതിന്റെ റീച്ചും അതിന്റെ ഒരു എഫിക്കസിയും അതിന്റെ ഒരു എഫിഷ്യൻസി, ഇത് മൂന്നും സെല്ല് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിനെ ഗ്രാബ് ചെയ്യാനും അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ദാറ്റ് മീൻസ് നമുക്കൊരു ഐഡിയ മാത്രം ഉണ്ടായാൽ പോരാ, ഐഡിയ സെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ട്, അതിന്റെ ഒരു കേപ്പബിലിറ്റിയും കൂടെ വേണം നമുക്ക്. നമ്മുടെ ഒരു ഈ പറയുന്ന, അഗൈൻ ഐ എം ഗോയിങ് ബാക്ക് ടു ദാറ്റ് ഏർലിയർ തിങ്, നമ്മൾ ക്ലാർക്ക് ആവാനും മാനേജർ ആവാനും വർക്കർ ആവാനും ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ, ഒരു പിച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഗൈഡൻസിനുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിലുണ്ട്? ഓൺടർപ്രണർഷിപ്പ് ശരിക്കും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ വളരുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഭയങ്കര ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റ്സിൽ ഓൺടർപ്രണർഷിപ്പ് വളരുമെന്ന് വെച്ചാൽ ചിലപ്പോൾ വളർത്താം നമുക്ക്. ഇപ്പൊ നമ്മളൊരു ഗാർഡനിൽ ഒരു ചെടി വളരുന്നതും നമ്മൾ വിത്ത് തെറിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ വളക്കൂറുള്ള മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വളരുന്ന തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തില് വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള മൊമെന്റ്സിലും അഡ്വേഴ്സ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ പോലും നല്ല ഓൺടർപ്രണേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ലൈക്ക് റിസഷൻ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഈ പ്രൊഡക്റ്റ് ഒരിക്കലും സക്സസ് ആവില്ല എന്ന് പല ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിട്ട് പോലും അത് ഒരു ഓൺടർപ്രണറിന്റെ പേഴ്സണൽ കൺവിക്ഷൻ, ചിലപ്പോൾ അത് മാർക്കറ്റ് റിസർച്ച് ഡ്രിവൺ പോലും ആയിരിക്കില്ല, മറിച്ച് ഒരു പേഴ്സണൽ കൺവിക്ഷന്റെ പുറത്ത് ആ പ്രൊഡക്റ്റ് സ്കെയിൽ ചെയ്യാനുള്ള ഒരു കഴിവ്. ഇത് ഐ തിങ്ക് ഓൺടർപ്രണർ എന്ന് പറയുന്ന ആള് തന്നെ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഐ ഗോട്ട് ഹൈ ലെവൽ ഓഫ് എന്താ പറയാ അഡ്വേഴ്സിറ്റി റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റിയെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റുന്ന ഒരാളാണ് ശരിക്കും. അപ്പൊ അത് നമ്മൾ കേരളത്തിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെയൊക്കെ ഞാൻ വളരെ വളരെ കീൻലി ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പം അവരൊക്കെ തന്നെ ഈ ഒരു ഒഡാസിറ്റി എന്ന് പറയുന്ന സാധനമുള്ള ആൾക്കാരാണ്.
അപ്പൊ അവരെ ഒബ്സർവ് ചെയ്ത് അറിയാൻ പറ്റും. അവരൊരു ക്രൈസിസ് സമയത്ത് അവരുടെ റെസ്പോൺസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പുറത്തു വരും. കാരണം ഒരു ക്രൈസിസ് സമയത്താണ് ഒരാളുടെ റെസ്പോൺസിന് ഏറ്റവും വാല്യൂ. കാരണം അയാൾ എന്താന്നുള്ളത് അയാൾ തെളിയിക്കുന്ന ഒരു സമയമാണ് ക്രൈസിസ് റെസ്പോൺസ്. അപ്പൊ ഞാൻ ലാസ്റ്റ് 50 days ഓൾമോസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് പല ഓൺടർപ്രിനേഴ്സിനെയും എനിക്ക് അറിയുന്ന പല ആൾക്കാരെയും ഞാൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറ്റാവുന്നവരെയൊക്കെ നേരിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സ്വരത്തിലുള്ള ഹോപ്പ്, അവർ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുന്നു, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇതിനെ ഭയങ്കര ഡൂംസ് ഡേ കോൺസ്പിറസി, അല്ലെങ്കിൽ ഇത് ലോകം അവസാനിക്കാൻ പോകുന്ന രീതിയിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട്, അല്ലെങ്കിൽ കോൺസ്പിറസി തിയറീസ് വരുന്ന ആൾക്കാരുണ്ട്. So how to use this extraordinary time to do something significant or to reinvent ourselves എന്നുള്ളതാണ് കാര്യം. അതെ, അല്ല അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം, അങ്ങനെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ഓൺടർപ്രണോറിയൽ ക്ലാസ്സിന് ഈ ഒരു ക്രൈസിസിനെ ഓപ്പർച്യൂണിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ചില ട്രഡീഷണൽ ബിസിനസ്സുകാർ, ജ്വല്ലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഈ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ കേരളത്തിനെ ഈ പ്രവാസ ലോകത്തു നിന്ന് വരുന്ന ഫണ്ട്സ് അല്ലാതെ കേരളത്തിനെ പ്രോപ്പ് ചെയ്ത് നിർത്തുന്ന വേറെ 1-2 ഘടകങ്ങളാണ്. അതർ ദാൻ ദാറ്റ് ഗവൺമെന്റ് ഓൺഡ് ആൽക്കഹോൾ ബിസിനസ്. ഇത് മൂന്നുമല്ലാതെ കേരള ബ്ലൈൻഡ്ലി ഡിപ്പെൻഡ്സ് ഓൺ എ കൺസ്യൂമറിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെ ഒരു കൺസ്യൂമറിസ്റ്റിക് ഫിനാൻഷ്യൽ ഡൊമെയിൻ. അപ്പൊ ഇത് കൺസ്യൂമറിസ്റ്റിക് ഡൊമെയിൻ ആവുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വി ആർ ഐദർ ട്രേഡേഴ്സ്, വി ആർ ഐദർ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു MNC കമ്പനി അല്ലെങ്കിൽ ഒരു നാഷണൽ പ്രൊഫൈലുള്ള കമ്പനിയുടെ 2%, 3%, 5%-ലുമാണ് കിടന്ന് കളിക്കുന്ന കളിയാണ് നമ്മുടെ ഇവിടുത്തെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫോളോ ഔട്ട് എന്താന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് ബാക്ക്ലാഷ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സർപ്ലസ് ഇല്ലാതെ ലിക്വിഡിറ്റി ഇഷ്യൂസ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അത് മാത്രമല്ല ഈ 3%, 5% ഹൗ ഡു യു സേവ് ഇറ്റ് ഫോർ എ റെയിനി ഡേ? ഇറ്റ് ഇസ് നോട്ട് ഈസി. അപ്പം കേരളത്തിന്റെ ഒരു വർക്ക് കൾച്ചർ മാറുന്നത് പോലെ തന്നെ കേരളത്തിന്റെ ഒരു ഓൺടർപ്രണോറിയൽ കൾച്ചർ മാറണ്ടേ? അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സാഹചര്യം സർക്കാരുകളും പ്രതിപക്ഷവും എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു വെൽക്കമിങ് എക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും. COVID-19 സിറ്റുവേഷനെ ഒരു റീഇൻവെൻഷൻ ടൈമായിട്ടാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ട്രഡീഷണൽ എന്ന് പറഞ്ഞാലും സാധിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ബിസിനസ് മോഡൽസ്, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്ഷൻസ് ടു ജനറേറ്റ് ന്യൂ ബിസിനസ് മോഡൽസ്, ഇതെല്ലാം സാധിക്കും. കാരണം അതിനുള്ളൊരു നല്ല തിങ്കിങ് ടൈം തന്നെ ഇപ്പോ കിട്ടിയിട്ടുണ്ട്. ആ തിങ്കിങ് ടൈം ശരിക്കും പോലും വേണം. ഹോപ്പ് എന്ന് പറയുന്നത് മാത്രം പോരല്ലോ. നമ്മൾ ബീങ് ഹോപ്പ്ഫുൾ ഇസ് എ ഗുഡ് തിങ്, ബട്ട് യു നീഡ് ഓൾസോ എ പ്ലാൻ, അല്ലെ? അപ്പൊ ആ രീതിയിലുള്ള അപ്പം റീഇൻവെൻഷൻ ഈസ് ഹാപ്പനിങ് എവ്രിവെയർ, ആൻഡ് പ്രോബബ്ലി ദ ഫസ്റ്റ് റീഇൻവെൻഷൻ അതിനുള്ളിലുള്ള ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത് ഇപ്പോൾ. കാരണം ഓൺടർപ്രണർ പേഴ്സണലി ട്രാൻസ്ഫോംഡ് ആയാൽ മാത്രമേ അവരുടെ ബിസിനസ്സിന് ട്രാൻസ്ഫോംഡ് ആവാനുള്ള വിൽ പവറും ഒരു കേപ്പബിലിറ്റിയും ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുള്ളൂ. സോ ഐ ഹവ് സീൻ മെനി പീപ്പിൾ, ബിസിനസ്സസ് ആക്ച്വലി ട്രാൻസ്ഫോം വെൻ ദർ ലീഡർഷിപ്പ് ട്രാൻസ്ഫോംസ്, അല്ലെ? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈസ് നൗ പോസിബിൾ. അറ്റ്ലീസ്റ്റ് നൗ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. കാരണം it's a God-given opportunity that we are able to peacefully sit at home and not really worry about becoming anxious about COVID-19. കേരളത്തിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ ഒരു അഡ്വാൻറ്റേജും I would say luck factor to be right time in Kerala. അപ്പം ആ രീതിയിൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള പല ബിസിനസ്സുകൾക്കും ഈ ഒരു ബ്രേക്ക് വിൽ നോട്ട് ബി ഗുഡ് ഫോർ സം ടൈം. കാരണം ഗോയിങ് ബാക്ക് ടു നോർമൽ കൺസംഷൻ വിൽ ടേക്ക് ടൈം, അല്ലെ? പല കാര്യങ്ങളും നമ്മൾ
എസെൻഷ്യൽ സർവീസസ് മാത്രം ആയിരിക്കും നമ്മുടെ കുറച്ചു കാലത്തെ ഡിപ്പെൻഡൻസി. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അടുത്ത ലെവൽ അഹങ്കാരം for 1 or 2 years. The businesses are meant to survive a longer period of time. But having said that, I would say most of the businesses which people have been struggling to survive will have a problem. ഞാൻ മനസ്സിലാക്കുന്ന technology businesses who are like mostly driven by people, salary dependency ഉള്ള people dependency വളരെ high ആയിട്ടുള്ള technology companies, mostly services companies. Most of people who are in that segment, whom I am very close with, they give me an feedback saying that this will be a very difficult time, and especially because our dependency with the foreign markets, US, UK. Our 2/3 of companies will see a major shift in what they have to do in the next 3 months. A lot of companies are happening കാരണം നമ്മൾ വാർത്തകളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം കാണുന്നില്ല. പക്ഷെ കമ്പനികളുടെ അകത്ത് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. Every job is under a review. I would not say threat, but certain, at least 50% of the jobs are under threat, but all the jobs are under review. Review by themselves, review by their people, review by their company. ഈ ഒരു സ്റ്റേജിൽ ഇൻസെക്യൂരിറ്റി is at very high. Insecurity of people, especially employed people, and of course the entrepreneurs are very high. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റി ശരിക്കും it can actually affect your decision making also. Like when you're very insecure, when you're very anxious, what happens is നമുക്കൊരു ശരിയായ തീരുമാനം എടുക്കാനുള്ള look at things as it is. കാരണം this is not happening to me only. Like സാധാരണ നമുക്ക് പറയാമോ world is unfair to me and so many things happen, but this is like the world itself is suffering from a big crisis which we have not seen before. അതുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും അഡ്വാൻറ്റേജ് we look at this problem will change എന്നാണ് എനിക്ക് തോന്നുന്നത്. I mean, that's what I see in many people, who are like responding to this crisis very, very positively. Yeah. So I think all the time I say leaders, entrepreneurs, opportunity and to see what is there in us. Like നമ്മൾ എപ്പോഴും പറയും ഒരു പാറ്റേൺ പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. We were going through a pattern, like we were abusing things, we were abusing ourselves, we were overlooking many factors, we were taking advantage of many things. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും, എൻവയോൺമെന്റ് ആണെങ്കിലും നമ്മുടെ ജോലി. ഞാൻ അവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. ഈ പറഞ്ഞ പോലെ KK, യു ആർ എ ബിസിനസ് കൺസൾട്ടന്റ് ഓൾസോ. നൗ ഈ മാർക്കറ്റ് ബാക്ക്ലാഷ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ അങ്ങനെ അങ്ങ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാ ജനറേഷൻസ്, ചിലർ ജനറേഷൻസ് ഇപ്പൊ 95, 97 ഒക്കെ കടന്നു പോയിട്ടുള്ള ആളുകൾ അവരൊരു റിസഷൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കണ്ടിട്ടുള്ള ഒരുപക്ഷെ 2009, 2010 ഗൾഫ്, പ്രത്യേകിച്ച് ദുബായ് പോലത്തെ മാർക്കറ്റൊക്കെ താഴെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് കേരളത്തിലുണ്ടായി. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ ബ്ലൈൻഡ് സ്പോട്ട് ഫേസ് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ സ്മോൾ ആൻഡ് മീഡിയം സൈസ് കമ്പനീസ്, ബിഗ് കമ്പനീസ് അവർ ആദ്യമേ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് അവേ ലേ ഓഫ്, ആദ്യത്തെ പരിപാടി തന്നെ. എന്താണ് പറയാ, ഒരു ഇനീഷ്യൽ സ്ക്രൂട്ടിനി തന്നെ they will decide who all to be straight away laid off. പക്ഷേ സ്മോൾ ആൻഡ് മീഡിയം സൈസ് കമ്പനികൾക്ക് അതത്ര എളുപ്പമല്ല ലേ ഓഫ് എന്ന് പറയുന്നത്. കാരണം കൂടുതൽ ആളുകൾ നേരത്തെ KK പറഞ്ഞ പോലെ തന്നെ പീപ്പിൾ സെൻട്രിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ വാട്ട് വിൽ ബി യുവർ അഡ്വൈസ് ടു സച്ച് സ്മോൾ ആൻഡ് മീഡിയം സൈസ് കമ്പനീസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഓൺടർപ്രണറിന്റെ ജേർണിയിൽ ശരിക്കും ഇതിപ്പോ നമ്മൾ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. വി ഹവ് കളക്റ്റീവ്ലി ഹർട്ട് ബൈ ദ COVID-19. പക്ഷേ ഇൻഡിവിജ്വലി പല ഓൺടർപ്രണേഴ്സിനെയും അവരുടെ ജീവിതത്തിൽ പല പല സമയത്തായിട്ട് പല രീതിയിലുള്ള COVID-19 അറ്റാക്കുകൾ വന്നിട്ടുണ്ടാവും. അപ്പം അത് ചിലപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ബാങ്ക്രപ്സി ആയിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഐ തിങ്ക്
entrepreneurs are good enough. Actually, നല്ല entrepreneurs. I would not call myself as an entrepreneur level. കാരണം ഞാനൊരു consulting specialist and I would work with entrepreneurs. But real entrepreneurs who take risks to do things, like real entrepreneurs who employ people, take risk and set up things and use the capital. അങ്ങനത്തെ റിസ്ക് ടേക്കേഴ്സ് ആയിട്ടുള്ള entrepreneurs ശരിക്കും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു 4-5 COVID-19 സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. So that means those are the people whom we have to look up to and say, how are they dealing with it? Right? Are they stable? Are they more anxious? Or are they seeing this as one of their biggest crises which they have ever seen? അപ്പം അതിലെ ഒരു കാര്യമുള്ളത് ശരിക്കും പല ആൾക്കാരും ഇത് പറയണത് നമ്മുടെ ഇൻഡിവിജ്വലി ഹർട്ടാവുന്ന സമയത്ത് പോലും കളക്റ്റീവ്ലി എക്കോണമി നന്നായി പോവുകയാണെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ബാക്ക് ടു normalcy would be faster. Okay, but here we are hurt, others are also hurt. Okay, which is actually taking us even more time to get back to normalcy. അപ്പൊ ശരിക്കും ഒരു അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഓൺടർപ്രണർഷിപ്പ് ടെസ്റ്റ് ആണ് ശരിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. So that's my quick take on it. But as a consulting professional, I would say it's time to relook at the world. കാരണം അത് കഴിഞ്ഞൊരു 5 കൊല്ലമായിട്ട് വേൾഡ് വാസ് ഗോയിങ് ത്രൂ എ സിസ്റ്റമിക് റിസഷൻ, നോട്ട് എ ഫിനാൻഷ്യൽ റിസഷൻ, പക്ഷെ ഒരു സിസ്റ്റമിക് റിസഷൻ. എന്താണ് ഫിനാൻഷ്യൽ ഉണ്ടാകുന്ന റിസഷനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ സിസ്റ്റം ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന, ലൈക്ക് ദർ ഇസ് എ സിസ്റ്റം ഷിഫ്റ്റ്, ടെക്നോളജി ഷിഫ്റ്റ്, and where a large segment of people become irrelevant. Next 10 years also we will see automation coming in new kinds of technologies which can potentially make millions and millions of people probably look for something else. Like നമ്മൾ കണ്ട് പരിചയിച്ച ജോലികളോ കണ്ട് ഇത്രയും കാലം എൻജോയ് ചെയ്ത കാര്യങ്ങളോ ആയിരിക്കില്ല നമ്മുടെ അടുത്ത ഒരു 10, 15, 20 കൊല്ലത്തിന്റെ ജേർണി എന്ന് പറയുന്നത്, which is like what you call the systemic shift which is happening the last 5 years. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇവിടേക്ക് ഒരു കാര്യങ്ങൾ പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ റീസൺസ് ആണ്. ബിക്കോസ് നമ്മുടെ കോമൺ സെൻസ് കൊണ്ടും നമ്മുടെ എക്കണോമിക് അനാലിസിസ് കൊണ്ടും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ സിസ്റ്റം ഷിഫ്റ്റിൽ നടക്കുന്നുണ്ട്. സോ ദ റീസൺ വൈ ആസ് ഓൺടർപ്രണേഴ്സ് വി ഷുഡ് ഓൾവേസ് ബി ലുക്കിംഗ് അറ്റ് ദ സട്ടിൽ ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം. ടെക്നോളജി ഇസ് എ സിസ്റ്റം, കാരണം നമ്മളത് വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം, ബട്ട് സ്റ്റിൽ യു ക്യാൻ സർവൈവ്. ബട്ട് ദ വേ ഇറ്റ് ക്യാൻ കം ആൻഡ് ഗ്രാബ് യുവർ ഹോൾ ഇൻഡസ്ട്രി മേ സർപ്രൈസ് യു സംടൈംസ്. ഇപ്പൊ ഒരു ഓൺ ഡിമാൻഡ്, ഇപ്പൊ നമ്മളെപ്പോഴും ഞാൻ എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും, കേരളത്തിലെ ആൾക്കാരെ കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടും കേർട്ടീസ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും സംസാരിപ്പിക്കുക അല്ലെങ്കിൽ സർവീസ് കൊടുക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ കുറച്ച് അഭിമാനം പ്ലസ് എക്സ്ട്രാ ദുരഭിമാനം ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. ബിക്കോസ് we have seen the best of, we are living in the best place in the world, I would say, the heaven in the world. അപ്പൊ ഇത്തിരി അഹങ്കാരൊക്കെ ആവാം. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാര്, അങ്ങനെ വന്നിട്ടുള്ള ഒരു സെറ്റ് ജനതയാണ് നമ്മള്. ഞാനൊരു മോശമായിട്ട് പറയല്ല, that's the way we are pampered by the geography, we are pampered by everything around us. അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് എപ്പോഴും നമ്മള്, and of course educated, and we have seen the world, like I think 10% of Kerala has seen living outside and across the world, so they have that അവരുടെ കയ്യിൽ ആ സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ we couldn't even imagine that an on-demand economy can come in and can make many people act polite, act courteous and professional, because they are all rated heavily by their users and customers. So rating system will always be evaluating you. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് ബി ഇറ്റ് Uber or Ola or Swiggy or any kind of apps wherein if you don't like it, we review it bad. The moment the person gets a bad review, he is feeling how to improve myself, how to get back to my business. Instant review system has made Malayalis, or for that matter, നമ്മളെയൊക്കെ തന്നെ ഭയങ്കര അലർട്ട് ആക്കിയിട്ടുണ്ട്. I think that അതൊരു വളരെ പോയിഗ്നന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചാല് നമ്മളിവിടെ ഇപ്പൊ ഞാൻ തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്ന് എനിക്ക് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോ അവര് നോട്ട് ഓൺലി were they indifferent ഈ പീരീഡിൽ പോലും, ബട്ട് വാട്ട് വാസ് എന്താണ് പറയാ, വാട്ട് വാസ് അൺനർവിങ് മീ വാസ് ഈ സമയത്ത് പോലും ആളുകൾ അധികം കയറുന്നില്ല പോലും
അവര് ഒരു കസ്റ്റമർ, ഒരു പോസിബിൾ കസ്റ്റമർ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ കസ്റ്റമർ അയാളുടെ കയ്യിലിരിക്കുന്ന കാശുമായിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് വാങ്ങാൻ വന്നവനാണ് എന്നുള്ള ഒരു ബേസിക് ബഹുമാനം അല്ലെങ്കിൽ ഒരു ബേസിക് കേർട്ടസി അത് പോലും കൊടുക്കാത്ത ഒരു അവസരം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഈ ഇൻസ്റ്റന്റ് റിവ്യൂ സിസ്റ്റത്തിന്റെയൊക്കെ ആവശ്യകത വരുന്നത്. നമ്മൾ അറിയാതെ അവിടെ മുമ്പിൽ നിന്ന് തന്നെ ഫേസ്ബുക്ക് ലൈവ് ചെയ്യേണ്ടി വരും. ഈ കടയിൽ കയറരുത് കേട്ടോ, ഇവിടുത്തെ പ്രോഡക്റ്റ് നല്ലതാണ് പക്ഷെ ഇവിടുത്തെ ആളുകൾ നല്ലതല്ല. ഒരു പണ്ടൊരാള് പറഞ്ഞൊരു കാര്യം, ഒരു കടയില് അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റില് ഇറ്റ് ഇസ് നോട്ട് ദ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് ബീങ് സോൾഡ്, ഇറ്റ് ഇസ് എ സെയിൽസ്മാൻ ഹൂ ഇസ് ബീങ് സോൾഡ്. അപ്പൊ ആ ഒരു courteous approach to നമ്മൾ അത് എന്തിന്റെ ഒരു വലിയൊരു കോൺട്രഡിക്ഷൻ എന്താ വെച്ചാൽ നമ്മളൊരു ഔട്ട് ആൻഡ് ഔട്ട് കൺസ്യൂമറിസ്റ്റ് ഇക്കണോമിയാണ്, കൺസ്യൂമർ ഡ്രിവൺ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഇവിടെ മാനുഫാക്ചറിങ് എന്നൊരു സാധനം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ട്രേഡർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഓരോരുത്തരും രാജാവായിട്ടല്ല ദൈവമായിട്ട് വേണം കൺസിഡർ ചെയ്യാനെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു പീരീഡ് ഒരു സോഷ്യോ ഇക്കണോമിക് കറക്ഷൻ ആണോ ശരിക്കും സംഭവിക്കുന്നത്? ഈ സമയത്ത് പല ആൾക്കാരും they are reflecting on themselves, their decisions, their priorities, how they are living their life. If you look at many people have understood that at least 30 to 40% of their expenses and ഒരു ഗുണം feel very important not change the lifestyle. കാരണം most of the expenses which status based expenses ഒരു കേരളം അല്ലെങ്കിൽ കൊച്ചി പോലൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഓരോ സൊസൈറ്റീസിന് അതിൻ്റെതായതിന്റെ അടുത്ത് ഇവിടെയൊക്കെ നമുക്കൊരു സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ സോഷ്യൽ സ്റ്റേറ്റസ് ഡ്രിവൺ ആയിട്ടുള്ള പല എക്സ്പെൻസസും ആവശ്യമില്ല, കാരണം വി ആർ നോട്ട് ഗോയിങ് ഔട്ട്. സോ മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ സ്റ്റേറ്റസ് ഈസ് ലൈക്ക് now coming right. I mean how to do something and make people excited, ആ രീതിയിലുള്ള status driven കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. So I would say people are they are reinventing, many people അത് എന്തെല്ലാം രീതിയിൽ there might be so many interesting documentaries. I've seen many people, കാരണം പലപ്പോഴും ഓൺടർപ്രനർ അല്ലെങ്കിൽ പ്രൊഫഷണലിന്റെ നോർമൽ റുട്ടീൻ ലൈഫില് 10-12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് ബേസിക് ആയിട്ടുള്ള really enjoy അപ്പൊ ഇതിന്നെല്ലാം കിട്ടുന്ന and then come out with some wisdom valuable wisdom ഉപയോഗിക്കപ്പെടുന്ന ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറും. ഐ എം ഷുവർ പീപ്പിൾ വിൽ ഡു ദാറ്റ് ആൻഡ് വി ആർ ഇന്റലിജന്റ് സെറ്റ് ഓഫ്. ഇതിനൊപ്പം തന്നെ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ഥായിയായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ there are very few people who take the opportunity to unwind, ഒരു മീ ടൈം, സ്വന്തമായിട്ടുള്ള പാഷൻസോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഒരു പ്രൈവറ്റ് ലൈഫിനുള്ള ഒരു സമയം നീക്കി വെക്കാതെ ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു നല്ലൊരു ശതമാനം ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെയൊക്കെ നമ്മളെ ഒരു ജനറിക് ആയിട്ട് ഇത് പറയല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഈ ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് പോലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഒരു സ്ട്രെസ് റിലീവർ ആയിട്ട് തുടങ്ങുന്ന സാധനം ലേറ്റർ അതൊരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ബിസിനസ് കമ്മ്യൂണിറ്റി don't you think that they should also find ways to entertain themselves? അതായത് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന എന്റർടൈൻമെന്റിൽ ഉപരിയായിട്ട് ഒരു എന്റർടൈൻമെന്റ്, ഒരു സെൽഫ് എന്റർടൈൻമെന്റ്, അവനവനെ തന്നെ സ്നേഹിക്കുക, അവനവനെ തന്നെ ഇഷ്ടപ്പെടുക, അവനവനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക,
അങ്ങനെ ഒരു സമയം അവനവന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടോ ഈ ഒരു പീരീഡിൽ ആളുകൾ അങ്ങനെ ചെയ്തു തുടങ്ങിയോ? കാരണം ഇതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം തന്നെ പറയാന്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഇപ്പം സുജിൽ പറഞ്ഞ മാതിരി മീ ടൈം ഈസ് ഇമ്പോർട്ടന്റ്. മീ ടൈം ഈസ് ടൈം that I'm seeing many experiments which people are doing during this lockdown. അപ്പം ഐ എം ഹാപ്പി ടു സീ ദാറ്റ്. കാരണം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, കാരണം വളരെ റുട്ടീൻ ലെവലിലൊക്കെ വർക്ക് ചെയ്ത് their mind എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഓപ്പൺഡ് അപ്പ് ദെയർ മൈൻഡ് ആൻഡ് അത് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇത്രയും നല്ലൊരു ടൈം കിട്ടിയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ കിട്ടിയവർ അതിനെ വളരെ, കാരണം ഒന്നുണ്ട്, നമ്മളൊരു ഫിസിക്കലി കൺഫൈൻഡ് ആയിട്ട് ഇത്രയും ദിവസങ്ങൾ ഇരിക്കുന്ന ഒരു ഓർമ്മ പോലും നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇത്രയും 55 ദിവസമൊക്കെ വീട്ടിലിരുന്നൊരു ഓർമ്മ ശരിക്കും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് പല കമ്മ്യൂണിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു, പല പുതിയ പുതിയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിന് തുടക്കമിടാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് നൗ I think it is time, because I would say like I've been more genuinely helpful to people these days. Like initially നമ്മള് വളരെ ബിസിനസ് ലൈക്ക് ആയിട്ടും ട്രാൻസാക്ഷണൽ ആയിട്ടും ഒക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ നമ്മുടെ ഒരു അപ്രോച്ച് മാറിയിട്ട് വി വോണ്ട് ബി ജെന്യുവൻലി ഹെൽപ്പിംഗ് പീപ്പിൾ രീതിയിലേക്ക് അത് products. So, looking at a new plan for the next day. I think there is a connectivity issue at your end, KK. Yeah, I'm afraid we've lost him at this point of time. It was an entertaining chat, and let me take this opportunity to thank all our viewers and Krishna Kumar of Green Pepper for having spent such a long time with all of us. I also thank this juncture our team headed by Kirti Tilagan, Arun Prasad, Green Media, Prijil and Prisil for all their contributions to ViralBreak. Thank you. Signing off, the big mouth on the mic, Sujil Chandra Bose.